അല്ലാഹുവിന്റെ അടിമകളെ പരിഗണിക്കണം, സാധുക്കളായ മനുഷ്യരെ പരിഗണിക്കണം, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. പാവപ്പെട്ട മുഅല്ലിമീങ്ങൾ ഉസ്താദുമാരെ കണ്ടാൽ അവർ ഉഷാറാണെന്ന് വിചാരിക്കും, പക്ഷെ വളരെ പ്രയാസമുള്ള ആളുകളായിരിക്കും. അവരെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ അന്വേഷിച്ചറിയണം. അവരൊക്കെ കൈ കൊണ്ടിച്ചാൽ പടച്ചോടെ ഉത്തരം കിട്ടും. എന്തുകൊണ്ട്? അത്രയും പാവമായിരിക്കും. ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങുന്ന കൂട്ടത്തിൽ നിന്ന് 3-3:30 മണിയാകുമ്പോ എണീറ്റ് ശുദ്ധീകരിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് പായാണ്. കൊടല്ല, കൊടയില്ലെങ്കിൽ പായുകയാ. കൊടല്ല, വെളിച്ചല്ല, ടോർച്ചിൽ കട്ടല്ല. ഇതൊക്കെ ഇന്നൊക്കെ കുറച്ച് സൗകര്യമായി. പണ്ടത്തെ കാര്യം എന്താ? പാമ്പിന്റെ നടുവിലൂടെ പായാണ് എവിടേക്ക്? അല്ല, നിങ്ങൾക്കറിയൂല, ചിന്തിക്കണം. എന്നിട്ട് അവർ എന്ത് ചെയ്യും? നേരത്തിന് ബാങ്ക് കൊടുക്കും, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. കോരി ചെയ്യുന്ന മഴയാണെങ്കിൽ ബാങ്ക് മുടങ്ങുകയില്ല. എല്ലാവരും മഅ്സറിൽ തല താഴ്ത്തി നിൽക്കുമ്പോൾ പള്ളിയിലെ മുക്രിമാർ തല ഉയർത്തി നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഈ വാക്ക് റസൂലുള്ളാഹ് 3 വട്ടം പറഞ്ഞു. ചില ഗൗരവമുള്ള വിഷയം നബി 3 വട്ടം പറയും. മുഹമ്മദ് മുസ്തഫ 1980 2020 കൊല്ലം നടന്ന കച്ചവടം എത്രയാണ്? ആ കാലത്തെ സക്കാത്ത് മാത്രം കൊടുത്തിരുന്നുവെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഫക്കീർ മിസ്കിൻ ഉണ്ടാവില്ല. ചെയ്തിട്ടില്ല. നിങ്ങൾ ഏതോ പള്ളിക്കൽ ആയിരപ്പെടുത്തൊരു കാര്യമില്ലല്ലോ. സക്കാത്തല്ലേ? അത് അവരെ മുതലുമല്ലേ? അല്ലേ? അംബാലിഹിം ഹഖ്ഖുൻ. അത് അവരെ മുതലല്ലേ? അത് അവരെ അവകാശമല്ലേ? റിയൽ എസ്റ്റേറ്റിന്റെ പൊട്ടിയത് കൊടുത്തില്ല. കോടാനക്കോടി മുതലല്ലേ ഇവിടെ നടന്ന്? ഇത് പൊട്ടി അള്ളാനെ നോട്ടാൻ വിമരിച്ചു. സക്കാത്ത് കൊടുത്തില്ല. തട്ടുകടയാണ് ഉഷാറായി. എല്ലായിടത്തും തട്ടുകളിലൊക്കെ നമ്മൾ അങ്ങനെ പോയി തീറ്റയും ചോറയും അങ്ങനെ നടത്തി പൈസ അങ്ങനെ ഉണ്ടാക്കി. ബ്രോക്കർമാർ വരെ പോലെ ഉണ്ടാക്കി വലിയ പൈസക്കാരായി. പക്ഷെ എന്ത് കൊടുത്തില്ല? കൊടുത്തില്ല. അപ്പൊ അള്ളാഹു നോട്ടം വിമരിച്ച് പൊട്ടിയാലോ? 12 ലക്ഷത്തിന് ചോദിച്ച മുതല് കഴിഞ്ഞ കൊല്ലം 6 ലക്ഷത്തിന് ചോദിച്ചിരുന്നു. മനസ്സിലായില്ല. 12 ലക്ഷത്തിന് പണ്ട് ചോദിച്ച മുതല് കഴിഞ്ഞ കൊല്ലം 6 ലക്ഷത്തിന് ചോദിച്ചിരുന്നു. ഇക്കൊല്ലം ഞാൻ 6 ലക്ഷത്തിന് തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിനൊന്നും ആവൂല എന്ന് പറഞ്ഞ് ഇക്കൊല്ലം 6 ലക്ഷത്തിനും കൊടുക്കായിരുന്നു. പക്ഷെ ആളെ കിട്ടണില്ല. ഞങ്ങൾ 6 ലക്ഷത്തിനെങ്കിലും വിൽക്കാൻ ദ്വാരക്കും. മനസ്സിലായില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ? 12 ലക്ഷത്തിന്റെ മുതല് 12 ലക്ഷത്തിന് ഞങ്ങൾ ചോദിച്ചത് കൊടുത്തില്ല. പിന്നെ കഴിഞ്ഞൊല്ലം 6 ലക്ഷം പറഞ്ഞു. പകുതി വിലക്ക് കൂരാറും. ഇക്കൊല്ലം 6 ലക്ഷത്തിനും ആളില്ല. ഉസ്താദേ എങ്ങോട്ട് വരയ്ക്കുന്നു? ഉസ്താദ് വരുന്നതിൽ കാര്യമല്ല. ആദ്യം തക്കാത്ത് കൊടുക്കണം. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവനാൻ എടുക്കേണ്ട പണിയെടുത്ത് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ടിക്കറ്റ് എടുക്കണം. ഉസ്താദ് ദ്വാരന്നാലും ടിക്കറ്റ് എടുക്കണം. പറയും മനുഷ്യന്മാരെ, ദ്വാരന്നിട്ടില്ലെങ്കിലും ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉസ്താദിനോട് പറയാം, ഉസ്താദെ ഞാൻ കോയമ്പത്തൂർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, വണ്ടി മുട്ടാതാണ്ട് അത്തങ്ങൾ ദ്വാരക്കണേ നമ്മൾ അത് ഇറക്കണില്ല. മനസ്സിലായില്ല? കാരണം എൻ്റെ കയ്യിൽ എന്തുണ്ട്? പറട്ടാ ടിക്കറ്റ് ഒന്നും കൊടുത്തില്ല. ഇന്ന TTR കാണരുത്, അൽഫാത്തിഹാർ അത് നടക്കൂല. അത് നമുക്ക് ഇനി റെയിൽവേ ജയിലിൽ നിന്ന് അൽഫാത്തിയ പോതാ, അത് നടക്കൂല. അതിന് അൽഫാത്തിയ നടക്കൂല. നമ്മൾ ചിന്തിക്കണം. പടച്ചോൻ നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇവിടെ പ്രശ്നം ഇപ്പൊ പരിഹരിക്കും. ചെയ്യേണ്ടത് മുതലാളിമാർ സാധുക്കളെ പരിഗണിക്കൂല. ഒരു നാട്ടില് ധനാട്ടിനൊരു തെറ്റ് ചെയ്താലും ദരിദ്രനൊരു തെറ്റ് ചെയ്താലും ഇന്നും നമ്മുടെ നാട്ടിൽ 2 നിയമമാണ്. പല മാലിന്യം എനിക്കറിയാം. ധനാഢ്യന്മാർ ചെയ്താൽ ഒരു നിയമം, സാധുക്കൾ ചെയ്താൽ ഒരു നിയമം. അത് അള്ളാഹു കോപിക്കുന്ന വിഷയമാണ്. ധനാഢ്യനല്ലടാ, അള്ളാന്റെ ആള് പാവപ്പെട്ടവനാണ്. അള്ളാഹുവിന്റെ അംബാസഡർമാർ പാവപ്പെട്ട മനുഷ്യന്മാരാണ്. ചങ്ങാതി ചിത്ര വലിയവനാണെങ്കിൽ നിന്റെ ഒപ്പം കൂടാനല്ലടാ നബി ദുആ ഇറക്കേണ്ടത്. അല്ലാഹുമ്മ അഹ്യിനി മിസ്കിനൻ വഅമിത്നി മിസ്കിനൻ വഹ്ശുനി ഫീ സുംറത്തിൽ മസാകിൻ. പഠിച്ചോനെ ദുനിയാവിൽ എന്നെ മിസ്കിനായി ജീവിപ്പിക്കും, മുസ്കിനായി മരിപ്പിക്കണം. മാശറിൽ പോലും മുതലാളിമാരെ കൂട്ടത്തിൽ ഇരുത്തരുതേ. അപ്പൊ ഇതെന്തോ പ്രശ്നമില്ലേ? നിങ്ങൾ ഇന്റെ കൂടെ ഉണ്ടാ? ഇവിടെ കഴിഞ്ഞു മാശറിൽ കലസമിനി ആയിക്കോട്ടെ, അങ്ങനെയല്ലേ പറയണ്ട്? പറയൂട്ടി അങ്ങനെയല്ലേ ഉസ്താദ് ദുആ? എങ്ങനെ ദുആ? അല്ലാഹുമ്മ അഹ്യിനി മിസ്കിനൻ വഅമിത്നി മിസ്കിനൻ. മാശറ പിന്നെ പഠിച്ചാൽ സൗകര്യം പോലെ ചെയ്യും. കലസമേനി അവിടെ മുതലാളി ഇവിടെ സാധു മറ്റൊക്കെ ആയിക്കോട്ടെ.
പ്രസിഡന്റും സെക്രട്ടറിയോ എല്ലാവരും കൂട്ടത്തിൽ ഇരുത്തിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയല്ലല്ലോ നബി ദ്വാരന്ന്. പടച്ചോനെ മാഷറിയിൽ വരെ ഈ മുതലാളിമാരെ ഇരുത്തിന്നെ ഇരുത്തത് റബ്ബേന്ന് ദ്വാരന്നിട്ടില്ല. രാവും പകലും മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്തോ എനിക്ക് കുഴപ്പമുണ്ടല്ലോ. നിങ്ങളൊന്നും വിചാരിക്കരുതട്ടാ, ഇന്നങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റൂല. ഇത് മുത്തുനബിന്റെ ഹദീസല്ലേ, മുത്ത് മുഹമ്മദ് മുസ്തഫ. അത് നമ്മൾ വിചാരിച്ച കൊടുത്താൽ അല്ല കാര്യം ഉണ്ടാകുക. ഒരു മഹലിലെ ഏറ്റവും സാധുവായിരിക്കും പള്ളിയിലെ മുഖരിയിരിക്കും. ആ മഹലിലെ ഏറ്റവും മഹാനും പള്ളിയിലെ മുഖരിയിരിക്കും. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. ഒരു മഹലിൽ ആരും പരിഗണിക്കാത്ത ഒരാൾ പള്ളിയിലെ മുഖരിയിരിക്കും. അള്ളാന്റെ അടുക്കൽ ഏറ്റവും മഹാൻ പള്ളിയിലെ മുഖരി. ആര് പറഞ്ഞു? മുത്തുനബി. ബാങ്ക് കൊടുക്കുന്നവരുടെ ശരീരം നരകത്തിന് അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്നവര് നരകത്തിൽ വീണാൽ പോലും തൊട്ടുപോകരുത് എന്നല്ലാഹു നരകത്തോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇല്ലേ? ഇവരൊക്കെ ഹദീസ് പഠിച്ചവരല്ലേ? എന്നാൽ ഒരു നാട്ടിലെ ഒരു വകക്കും കൊള്ളാത്തവനായി കണക്കാക്കാര് പറയാരെ ഏറ്റവും കുറഞ്ഞ ശമ്പളം ആർക്കും നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാ. ഈ പാറി മനുഷ്യന്മാരെ ഒരു നാട്ടിലെ ഏറ്റവും കുറഞ്ഞ ശമ്പളം ആർക്കും മുല്ലക്കാക്ക് ഏറ്റവും സാധുവായിരിക്കണം. മുല്ലാക്ക ആർക്കും ആണെങ്കിൽ ചീത്ത അറിയാനോ ആക്ഷേപിക്കാനും പറ്റിയ ആള്. മനസ്സിലായില്ല? എന്തോ മൂല്യരെ ചെലവ് പറഞ്ഞു കൊടുത്ത് തെറ്റിയാലും അവരും ചീത്ത അറിയും. അങ്ങനെ ഏത് കാലത്ത് വന്ന് പറഞ്ഞോട് കാക്ക. മനസ്സിലായത്? 22-ാം തീയതിയാണ് മൂല്യരെ ചെലവിട്ട് പറഞ്ഞു. റിക്കാർഡ് 23-ാം തീയതി സങ്കല്പിക്കും. പിറ്റേന്ന് വന്ന് അല്ല 23-ാം തീയതിയാണ്. നിങ്ങൾക്ക് എത്ര തൊള്ളേ ഇങ്ങനെ ചീത്ത. ഒരു സെക്കൻഡ് നേരം പോയിക്കാൻ ചീത്ത അറിയും. പള്ളിയിൽ വാങ്ങി കൊടുക്കാൻ ജമാഅത്തിനൊന്നും വരില്ലെന്നും ചൂടാകലും ചൂടാവും. പിറ്റത്തെ മാസം കമ്മിറ്റി കുടുംബം പറയുമ്പോഴേ കഴിഞ്ഞ 14-ാം തീയതി സുബഹിക്ക് 10 മിനിറ്റ് ഞാൻ വാങ്ങി കൊടുത്തെന്ന് പറയും. ഓ ഇക്കാലം വരെ പള്ളിക്ക് സുബഹിക്ക് ജമാഅത്തിന് ഓൻ വന്നിട്ടില്ല. പക്ഷെ അന്നും ഡേറ്റ് ചെയ്തേക്കും. മുല്ലാക്കാനോട് ചൂടാവും. സത്യല്ലേ? ആർക്കും തോള് കയറി ചവിട്ടാൻ പറ്റിയ ഒരു സാധനമാണ് ആര്? മുല്ലാക്ക. ഇന്നൽ മുഅദ്ദിനീന അത്വലുന്നാസി അഅനാഖൻ യൗമൽ ഖിയാമ. മഹ്ശറ തുടങ്ങിയാൽ തല ഉയർത്തിപ്പിടിക്കുക, പിടിച്ചു നിൽക്കുക പള്ളിയിലെ മുക്രിമാരാണെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാവരും തല താഴ്ത്തുമ്പോൾ മുക്രിമാർ. കാരണം വെയിലും രാവും പകലും വേനലും വർഷവും മഞ്ഞും മഴയും നോക്കാതെ ഇരുട്ടിലൂടെ നടന്നുപോയി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങുന്ന കൂട്ടത്തിൽ നിന്ന് 3-3:30 മണിയാകുമ്പോൾ എണീറ്റ് ശുദ്ധീകരിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് പായാണ്. കൊടയില്ലെങ്കിൽ പായുകയാ. ടോർച്ചിൽ കട്ടല്ല. ഇതൊക്കെ ഇന്നൊക്കെ കുറച്ച് സൗകര്യമായി. പണ്ടത്തെ കാര്യം എന്താ? പാമ്പിന്റെ നടുവിലൂടെ പായാണ്. എവിടേക്ക്? അല്ല, നിങ്ങൾക്ക് അറിയൂലേ? ചിന്തിക്കണം. എന്നിട്ട് അവരെന്ത് ചെയ്യും? നേരത്തിൽ ബാങ്ക് കൊടുക്കും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. കോരി ചെയ്യുന്ന മഴയാണെങ്കിൽ ബാങ്ക് മുടങ്ങുകയില്ല. എല്ലാവരും മഹ്ശറിൽ തല താഴ്ത്തി നിൽക്കുമ്പോൾ പള്ളിയിലെ മുക്രിമാർ തല ഉയർത്തി നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ വാക്ക് റസൂലുള്ളാഹ് 3 വട്ടം പറഞ്ഞു. ചില ഗൗരവമുള്ള വിഷയം നബി 3 വട്ടം പറയും. മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് നമ്മൾ വിചാരിച്ചു കൊടുത്താണോ കാര്യം കിടക്കണേ? എന്ത് മനസ്സിലാക്കാത്ത? നമ്മൾ വിചാരിച്ചെടുത്താണോ കാര്യം കിടക്കണേ? വളരെ മനസ്സിലാക്കണം. നമ്മൾ വിചാരിച്ചു കൊടുത്തൊന്നുമല്ല കാര്യൻ്റെ ഒക്കെ അപ്പുറത്താണ്. നിങ്ങൾ ഗൾഫ് പോയി വന്നു, എനിക്കൊരു കുപ്പായങ്ങൾ വന്നു. ഞാൻ റഹ്മത്തുള്ള ഖാസിമിയാണ്. അപ്പം എന്തായി? നമ്മളൊരു ബന്ധായി. ഇപ്പം എനിക്കൊരു കുപ്പായശീല അവിടെ നിന്നു. കൂലി കിട്ടൂല, കൂലി കിട്ടും. പക്ഷേ എൻ്റെ തൊട്ടടുത്ത അയൽവാസിൻ്റെ ഒരു കൃഷ്ണൻ, ഓൻ കഴിഞ്ഞ ഓണത്തിനും കുപ്പായം വാങ്ങിച്ചില്ല, അതിന് മേലത്തെ ഓണത്തിനും കുപ്പായം വാങ്ങിച്ചില്ല. ഓനൊരു പുതിയ കുപ്പായിട്ടിട്ട് കൊല്ലങ്ങളായി. ഹിന്ദു മുസ്ലിം അള്ളാഹിൻ്റെ തീരുമാനം. അതിൻ്റെ കാര്യം അള്ളാഹിൻ്റെ കയ്യിൽ. ഓൻ അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? മൂല്യരായി എനിക്ക് കുപ്പായം തരുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം പറയടാ കൃഷ്ണനോട് കലായിരിക്കും. ഓൻ അള്ളാഹിൻ്റെ അടിമയാണ്, ഓന് സാധുവാണ്. ഓനൊരു കുപ്പായശീല വാങ്ങിക്കൊടുത്ത്, അള്ളാഹ് ഞാൻ എൻ്റെ അടിമയെ ബഹുമാനിച്ചിട്ടുണ്ട്, ജിന്നെ പരിഗണിക്കണേന്ന് പറഞ്ഞാലും ഓനാരായി? അത് അള്ളാഹ് പരിഗണിക്കും. അത് അള്ളാഹിൻ്റെ അടുക്കൽ. നായക്ക് വെള്ളം കൊടുത്ത കാരണത്താൽ വേശ്യയെ അള്ളാഹു രക്ഷപ്പെടുത്തി മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടില്ലേ? ഇവൻ നായന്റെ കുട്ടിയല്ലല്ലോ, ഇവൻ ആദമിന്റെ കുട്ടിയല്ലേ. ഇവനൊക്കെ ഇവൻ ആദമിന്റെ കുട്ടിയല്ലേ? മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്കണം. ചിന്തിക്ക്. പ്രശ്നം നമ്മൾ വിചാരിച്ചിട്ടല്ല.
കിണ്ടി കുളത്ത് തപ്പിയിട്ട് കാര്യമില്ല. കിണ്ടി വെറുതെ കുളത്ത് തപ്പി മൂക്കി ചേറ് കെട്ടിയിട്ട് കാര്യമില്ല. ദാനം കൊടുക്ക്. അല്ലാഹുവിന്റെ അടിമകളെ പരിഗണിക്കണം, സാധുക്കളായ മനുഷ്യരെ പരിഗണിക്കണം, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. പാവപ്പെട്ട മുഅല്ലിമീങ്ങൾ ഉസ്താദുമാരെ കണ്ടാൽ അവർ ഉഷാറാണെന്ന് വിചാരിക്കും, പക്ഷെ വളരെ പ്രയാസമുള്ള ആളുകളായിരിക്കും. അവരെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ അന്വേഷിച്ചറിയണം. അവരൊക്കെ കൈ കൊണ്ടിച്ചാൽ പടച്ചോന്റെ ഉത്തരം കിട്ടും. എന്തുകൊണ്ട്? അത്രയും പാവമായിരിക്കും. ചിന്തിക്ക്. നമ്മക്ക് സുഖാണെങ്കിൽ വേറൊരു സുഖാന്ന് എങ്ങനെ വിചാരിക്കണ്? ചിന്തിക്ക്. പെരുന്നാളിന്റെ ഭക്ഷണം ഈ കഴിക്കിച്ച് നോമ്പോറ്റ് നോമ്പ് നോറ്റ് പെരുന്നാളിന്റെ ഒരു ഉരുള ചോറ് തിന്നുന്നതിനേക്കാൾ 30 നോമ്പോറ്റ ഈ ഒരു ചുരുള പെരുന്നാളിന്റെ ഉരുള തിന്നുന്നതിനേക്കാൾ അപ്പുറത്ത് യശോദന്റെ കുട്ടികൾ കൊടുക്കട. ആ കുട്ടി അങ്ങനത്തെ ഒരു ചോറ് തിന്നിട്ടുണ്ടാവില്ല. അപ്പൊ ആ കുട്ടി ആ ചോറ് തിന്നും. അപ്പൊ റബ്ബിന് ഇഷ്ടപ്പെടും. അപ്പൊ എന്റെ 30 ദിവസം തോമ്പോ അല്ലാഹു തആല ശരിക്കും ഇത് നായനൂട്ടിയല്ല, നായനൂട്ടിനെ വരെ പരിഗണിക്കാനുള്ള പറഞ്ഞിട്ടുണ്ട്. ഉറുമ്പിനെ പരിഗണിച്ചിട്ടുണ്ട് സയ്യിദ് സുലൈമാൻ. ഉണ്ടോ അല്ലേ? ഉറുമ്പിന്റെ പേരിലുള്ള സൂറത്തിലെ ഖുർആനിൽ സൂറത്തുൻ നംല് ഉറുമ്പ് ഉറുമ്പിന്റെ വാക്ക് കേട്ട് ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. ചിന്തിക്ക്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്ക്. നമുക്ക് പ്രശ്നപ്പവരിക്കും, നമുക്ക് നന്നാക്കാൻ കഴിയും. പക്ഷേ ധനാഢ്യന്മാർ അവരെ ധനമുള്ളതുപോലെ ചെലവഴിക്കണം. സാധുക്കളെ പരിഗണിക്കണം, സക്കാത്ത് കൊടുക്കണം. നമ്മൾ യോഗ്യന്മാരെന്ന് വിചാരിക്കുന്നതിന് പകരം നമ്മൾ യോഗ്യന്മാരല്ലെന്ന് വിചാരിക്കണം. നമ്മൾ യോഗ്യന്മാരല്ലല്ലോ, നമ്മളെ യോഗ്യന്മാരായി ചിന്തിക്കണം. ഞാൻ യോഗ്യനാണ് എന്ന് വിചാരിച്ചവൻ അയോഗ്യനാണ്. അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ ദിക്റിന് വരുന്ന ഒരാളുണ്ടായിരുന്നു. കൊല്ലങ്ങൾ അനവധിയാണ്, പതിറ്റാണ്ടുകൾ അനവധിയാണ്, അനവധി കൊല്ലങ്ങളാണ്, അനവധി പതിറ്റാണ്ടുകളാണ് ഈ മനുഷ്യൻ അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ ദിക്റിന് വന്നത്. പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടായില്ല, ഒരു അഭിവൃദ്ധിയും ആത്മീയമായി ഉണ്ടായില്ല. മുത്ത് റസൂലുള്ളാഹിനെ പോലും സ്വപ്നം കണ്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ദിവസം ദിക്റിൽ പങ്കെടുത്ത സാധാരണക്കാർ വരെ റസൂലുള്ളാഹി സ്വപ്നം കണ്ട ചരിത്രമുണ്ട്. ഇതോ കൊല്ലങ്ങൾ അനവധി ദിക്റിൽ പങ്കെടുത്തിട്ട് ഇയാൾക്കാന ഖാദിയൻ, അദ്ദേഹം മിസ്രിലെ ഒരു ഖാദിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ മനുഷ്യൻ ശ്രദ്ധിക്കണം, ഈ സംഭവം ഹിക്കമിന്റെ വ്യാഖ്യാനത്തിൽ ഈ ഖാദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംശയക്കാർക്ക് എടുത്തു നോക്കാം. ഈ ആവശ്യക്കാരുണ്ടെങ്കിൽ കിതാബ് നാളെ തന്നെ ഞാൻ കൊണ്ടു കാണിക്കാം, എന്റെ കയ്യിലുണ്ട്. ഒരു ദിവസം ഈ മനുഷ്യൻ അബുൽ ഹസൻ ശാദുലി ഇമാമിനെ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് പറഞ്ഞ്, മഹാനവറുകളെ, കൊല്ലങ്ങൾ അനവധിയായി നിങ്ങളുടെ മജ്ലിസിൽ ഞാൻ ദിക്റിന് വരുന്നു, എല്ലാ ദിവസവും വരുന്നു. പക്ഷെ ഒരു തറക്കം ഉണ്ടായില്ല, ഒരു അഭിവൃദ്ധി ഉണ്ടായില്ല, ആത്മീയമായ ഉയർച്ചയും ഉണ്ടായില്ല. മുത്തുനബിയെ ഒന്നും പോലും ഉണ്ടായില്ല, ഒരു ഫലം ഉണ്ടായില്ല, ഒരു നേട്ടം എനിക്ക് ഉണ്ടായില്ല. അപ്പൊ ഇനി എന്താ ചെയ്യ? അപ്പൊ പറഞ്ഞേ ചെയ്യ, അഭിവൃദ്ധി ഉണ്ടാവും. ഞാൻ പറഞ്ഞ കേൾക്കു വെച്ച് ആ കേൾക്കുന്ന എന്താന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു ചെയ്യേണ്ടത് വസ്ത്രം മാറ്റാം, എന്നിട്ട് കരിമ്പടം ധരിക്കുക. പിന്നെയോ വസ്ത്രം മാറ്റിട്ട് കരിമ്പടം ധരിക്കുക. പിന്നെയോ അക്രോട്ടണ്ടി പോലത്തെ സാധനങ്ങളുടെ ഒരു കീസിലാക്കിയിട്ട് ആ കീസ് കഴുത്തിൽ കെട്ടി തൂക്കുക. കുട്ടികൾക്ക് നല്ല ഇഷ്ടമല്ല ഒരു സാധനമാണ്, വിഭവമാണ് ലൗസ്, ബദാം, അക്രോട്ടണ്ടി പോലത്തെ സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അതൊരു കീസ് കെട്ടിയിട്ട് കീസ് കഴുത്തിൽ കെട്ടി തൂക്കുക. എന്നിട്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങുക. കുട്ടികളുടെ ഇടയിൽ ചെന്നിട്ട് പറയാ, ആരൊക്കെ എന്നെ തല്ലോ, എന്നാൽ ഞാൻ ഇതിന് ഇങ്ങനെ നിങ്ങൾക്ക് ബദാമും പിസ്തയൊക്കെ എടുത്തു തരാന്നാണ് പറയാ. അങ്ങനെ ഒരൊറ്റ ദിവസം ചെയ്താൽ
നിന്റെ സ്ഥാനം ഔലിയാക്കന്മാരടുത്ത് എത്തുന്നതാണ്. അപ്പോ ഇയാൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ് യാ ഉസ്താദി, ഈ ജാതി പൊട്ടത്തിലൊക്കെ ഞാൻ കാട്ടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇവിടുത്തെ ഖാദിയരല്ലേ? അവ പറഞ്ഞു എൻ്റെ സുബ്ഹാനല്ലാഹ് വരെ ശിർക്കാണ്. കാരണം ഇജ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാഹ് പരിശുദ്ധനാണ് എന്നല്ല, ഈജ് പരിശുദ്ധനാണ് എന്നാണ്. ഈജാണ് മഹാനെന്നാ ഇജ് വിചാരിക്കണം. ആ നിർത്തിക്കളാ. ഈജ് മഹാനാണെന്ന് വിചാരിക്കുന്ന കാലത്തോളം അള്ളാഹ് സ്വീകരിക്കൂല. പോയിക്കോണി നോക്കിയിട്ട് സദസ് നാട്ടി വിട്ടു. ഈ സംഭവം ഈ ഖാദിലുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ മനസ്സിലാക്കണം, നമ്മളിപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു പണിയാണ്, ഇന്നെ പഠിച്ചു ഏൽപ്പിച്ച പണിയാണ്. പൂള കളക്കുന്ന നേരെ പെട്ട പൂള കളക്കും, അതുകൊണ്ട് പണിയാണ്. ചിലപ്പോൾ ഇതിനെ കളക്കൂലയും കിട്ടും. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? എൻ്റെ കയ്യിൽ നിന്ന് തഴമ്പില്ല, മറ്റുണ്ടെങ്കിൽ തഴമ്പുണ്ട്. ആ തഴമ്പ് കൊണ്ട് ഇവിടെ നൂറുകണക്കാன ആളുകൾ പട്ടിണി മറ്റുന്നുണ്ട്. ഉണ്ടോ ഇല്ലേ? പറയും മനുഷ്യന്മാർ, എടാ എൻ്റെ കൈനേക്കാൾ മാത്രം ഓൻ്റെ കൈനാണോ? ഓൻ അവർ 5 വക്ത് നിസ്കരിച്ച് പടച്ചോനെ പിടിച്ച് പൂളക്ക് തറമാടുകയും ബായൊക്കെ പണിയെടുക്കുകയും ചെയ്യുന്ന സാധുക്കളായ മനുഷ്യന്മാർ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഒന്നടാ അള്ളാൻ്റെ ആള്, ഒന്നടാ ബഹുമാനിക്കണ്ട്, ഓനടാ ബഹുമാനിക്കും. ഓൻ അള്ളാൻ്റെ ആളാണ്ടോ? ഓൻ ഉണ്ടായിട്ടില്ലടോ ഇവിടെ മനുഷ്യന്മാർ മര്യാദക്ക് തിന്നണത്. നിങ്ങൾ ചിന്തിക്കണം, ചിന്തിക്ക്. ഇതൊക്കെ ഒരു ധാരണയാണ്. എൻ്റെ അർത്ഥം ബഹുമാനിക്കണ്ട, ആരും ബഹുമാനിക്കണ്ടെന്നല്ല. ആലിമിന് ബഹുമാനുണ്ട്. അത് ആലിമിന് ബഹുമാനം നാട്ടിലേക്കല്ലേ, എനിക്കല്ലല്ലോ. ഞാൻ വിചാരിക്കണം ഞാൻ മൂല്യനാണ്. ചിന്തിക്കണം. ഞാൻ ആലിമാണ്, എന്നെ സുജൂദിന് പറ്റൂല എന്ന് പറഞ്ഞത് ഇബ്ലീസാണ്. ഞാൻ സാധുവാണ് എന്ന് പറഞ്ഞ സയ്യിദുനാ ആദമാണ്. ആദമിന്റെ മക്കളാണ് അലൈഹിസ്സലാം. ആദമിന്റെ മണ്ണിൽ നിന്ന് പഠിച്ച ആദമിന്റെ മക്കളാണ് നമ്മൾ എന്ന ബോധം വേണം. നമ്മൾ സ്വയം പല്യതാകണ്ട, നമ്മൾ പല്യതാണ്ട. റബ്ബ് നമ്മളെ പരിഗണിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തീരും, ഉറപ്പ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു തീർത്ത് തരട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു തീർത്ത് തരട്ടെ. നിങ്ങൾക്ക് പേട്ട് തോന്നുന്നുണ്ടോ അത് തീരൂല? അത് തീരും, ഉറപ്പ്. പക്ഷെ നമ്മൾ നന്നാവണം. നമ്മൾ നന്നായ പ്രശ്നം ഇന്നല്ലെങ്കിൽ നാളെ തീരും. നമ്മൾ നാശായാൽ നീണ്ടുപോകും. അധികാരം ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. ഒരു പടി പഠിക്കണ്ട, നമ്മൾ നന്നാവണം. അപ്പോൾ കാര്യം മനസ്സിലാക്കണം. കാര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ വെറുതെ മൂക്കിലെ ചേറ് കേട്ടിട്ട് കാര്യമല്ല. കിണ്ടി വെള്ളത്തിലല്ല, കിണ്ടി മേലെയാണ്. മനസ്സിലായോ? 10 ജലദോഷം പിടിക്കണ്, വെള്ളത്തിലിറങ്ങണ്ട. കിണ്ടി തായല്ല, കിണ്ടി മേലെയാണ്. പടച്ചോൻ നമ്മളെ നന്നാക്കി തരട്ടെ. ഈ നിങ്ങൾക്കറിയാം, ഞാൻ ദ്വാൻ്റെ അടി പറഞ്ഞല്ലോ, ലിയോപോൾഡ് വൈസ് എന്തിന് വന്നതാണ്? ഇന്ന് അദ്ദേഹമാണ് അത്വരീഖു ഇലാ മക്ക എന്ന കിതാബ് എഴുതിയത്. ലിയോപോൾഡ് വൈസ് 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുകയും 10,000-കണക്കായ ആളുകൾ മുസ്ലിമാകാൻ കാരണം ആ പുസ്തകമാണ്. ലോകത്തെ എല്ലാ ഭാഷയിലേക്കും അത് വിവർത്തനം ചെയ്തിട്ടുണ്ട്, മലയാളത്തിലേക്കടക്കം. ഇംഗ്ലീഷിൽ അനവധി വ്യാഖ്യാനങ്ങൾ. ലോകത്തെ സർവ്വഭാഷയിൽ മലയാളത്തിൽ വ്യാഖ്യാനമുണ്ട്. മക്കയിലേക്കുള്ള പാഠ മലയാളത്തിൽ വ്യാഖ്യാനമുണ്ട്, പരിഭാഷ. ആരാ എഴുതിയത്? ജൂതൻ ലിയോപോൾഡ് വൈസ്. ജർമ്മനിക്കാർക്ക് വേണ്ടി അറേബ്യൻ നാട്ടിൽ ചാരപ്പണി എടുക്കാൻ വന്നതാണ് ലിയോപോൾഡ് വൈസ്. ചാരപ്പണി എടുത്ത് ഇസ്ലാമിനെ തകർക്കാൻ വന്നതാണ്. ചാരപ്പണിക്ക് വേണ്ടി അയാൾ ഇസ്ലാമിനെ പഠിച്ച് സ്വഭാവമാണ് മാറി. ചാരപ്പണിക്ക് വേണ്ടി മുത്തുനബിയെ പഠിച്ചു നോക്കുമ്പോൾ കാല് വേദനയായി, മൂട്ടുകാല് പൊട്ടി, പേടിച്ച്. ഈ മനുഷ്യനെ ആക്ഷേപിക്കാൻ പാടില്ല. ഇസ്ലാം കലിമത്ത് ഷാത്ത് അലിവി മുഹമ്മദ് അസദ് എന്ന പേര് സ്വീകരിച്ചു. മനസ്സിലായോ നിങ്ങൾക്ക്? ലിയോ അദ്ദേഹം കിതാബ് എഴുതി, അതാണ് അത്വരീഖു ഇലാ മക്ക. 10,000-കണക്കായ ജനങ്ങളെ മാറ്റി ചിന്തിച്ചിട്ടുണ്ട് ഈ പുസ്തകം. 20-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിനെതിരെ കളിക്കാൻ വന്ന ലിയോപോൾഡ് വൈസിന് അത്ര വലിയ ചൂടനെ അല്ലാഹുവിന്റെ ആളാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നു വേണ്ട, നീ നന്നായ മതിയാവും. ഈ പേടിക്കണ്ട, ഈ പേടിക്കണ്ട, ഒരു പേടിയും വേണ്ട. ഈ പിടിക്കണ്ടോ? ഇതിനെ പിടിക്കണത് ഇതൊക്കെ മാറും, ഇതും മാറും. അത്ഭുതങ്ങൾ ഇനിയും സംഭവിക്കും, അത്ഭുതങ്ങൾ ഇനിയും സംഭവിക്കും, ഇനിയും സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. ചിന്തിക്കണം, ചിന്തിക്കണം. റോമിന്റെ ഭരണാധികാരിയായിരുന്ന ഹെർക്കുലീസിന് കത്തയച്ചു മുഹമ്മദ് മുസ്തഫ. ഹെർക്കുലീസിന്
മിൻ മുഹമ്മദ് റസൂലില്ലാഹ് ഇലാ ഹിർക്കൽ എന്ന് ദിഹിയത്തുൽ കൽബിയുടെ കയ്യിൽ കത്ത് കൊടുത്തയച്ചു. മുഹമ്മദ് മുസ്തഫ, ഈ കത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഒരു നാമം കണ്ടപ്പോൾ ആ കത്തിനെ കണ്ണിൽ വെച്ച് ഹിർക്കൽ ചുംബിച്ചു. ഹബീബായ നബി പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭരണം നിലനിൽക്കുന്നതാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഖിയാമത്ത് നാൾ വരെ, അന്ന് മുതൽ ഇന്ന് വരെ റോം ഇളകിയിട്ടില്ല. നിങ്ങളിന്റെ കൂടെ ഇല്ല. ലോകത്തെ പല രാജ്യങ്ങൾക്കും ഇളക്കം പറ്റിയിട്ടുണ്ട്. റോം അന്ന് ഭരിച്ചവർ തന്നെയാണ്. നിങ്ങളിന്റെ കൂടെ ഇല്ല. അത് ഭയങ്കര ഒരു ചരിത്രമാണ്. റോമൻ ഭരണാധികാരിയായിരുന്നു ഹിർക്കൽ. മനസ്സിലായോ? ഹിർക്കലിന് മുസ്ലിം ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കൂടുള്ള ആളുകൾ ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു മനസ്സിലാവുന്ന പറഞ്ഞത്, ചെന്നപ്പോൾ ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു രഹസ്യമായി വിളിച്ച് സ്വീകരിച്ചു. ഭയങ്കര ഇഷ്ടമായിരുന്നു മുസ്തഫ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊക്കെ നാളത്തെ അവസ്ഥ എനിക്കറിയില്ല, അല്ലാഹു അലം. ഏതായാലും ദിഹിയത്തുൽ കൽബിയെ സ്വീകരിച്ചു. മുസ്തഫ നബി ആദരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നല്ല മുഹമ്മദ് റസൂലില്ലാഹ്, മുഹമ്മദ് റസൂലില്ലാഹ്, മുഹമ്മദ് റസൂലുള്ളാഹിൽ നിന്ന് ഇലാ ഹിർക്കലിനുള്ള കത്താണെന്ന കത്തും കൊണ്ട് ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു പോയി. കത്ത് ഹിർക്കലിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ ഹെർക്കുലീസ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ കലിമത്ത് തന്റെ കണ്ണിൽ വെച്ച് ചുംബിച്ച്. മുത്ത് മുഹമ്മദ് മുസ്തഫ, ഇവിടൊക്കെ മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞേ, ഖിയാമത്ത് നാൾ വരെ ആ ഭരണകൂടം നിലനിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മഹ്ദി ഇമാം വരെ നിലനിൽക്കുന്ന ഭരണകൂടമാണ് ഏത്? റോമൻ ഭരണകൂടം. മാറൂല. നിങ്ങളിന്റെ കൂടെ ഉണ്ടോ? റഷ്യൻ ഭരണകൂടം മാറിയിട്ടുണ്ട്, തുർക്കി ഭരണകൂടം മാറിയിട്ടുണ്ട്, ജർമ്മൻ ഭരണകൂടം മാറിയിട്ടുണ്ട്, ഫ്രാൻസിലെ ഭരണകൂടം മാറിയിട്ടുണ്ട്. എന്ത് മാറിയിട്ടില്ല? റോമൻ ഭരണകൂടം മാറിയിട്ടില്ല. മാറൂല എന്ന് മുത്തനബി പറഞ്ഞാണ്. അതേ സമയത്ത് കിസ്റാക്ക് കത്തയച്ചു മുഹമ്മദ് മുസ്തഫ. കിസ്റ കത്തിരിത്തിയ ഉടനെ തന്നെ പിച്ചു ചിന്തി. അള്ളാഹു അവന്റെ അധികാരത്തെ പിച്ചു ചിന്തുമെന്ന് മുഹമ്മദ് മുസ്തഫ 2 ആഴ്ച കഴിഞ്ഞ പിച്ചു ചിന്തി മനസ്സിൽ. പിന്നെ അവരെ ഭരണകൂടം ഒന്നായിട്ടില്ല, തകർന്ന് തരിപ്പണായി. 2 ആഴ്ച കൊണ്ട്. നിങ്ങളിന്റെ കൂടെ ഉണ്ടോ? ആ മുഹമ്മദ് മുസ്തഫ അനുയായി നമ്മൾ എന്തിനാണ് പേടിക്കണ്? മുത്ത് മുഹമ്മദ് മുസ്തഫ. പേടിക്കണ്ട. ഞങ്ങൾക്ക് രഹസ്യം പറഞ്ഞുതരാം. നമ്മളെ കാര്യം നോക്കേണ്ടത് നമ്മളല്ല, ഉണർന്നിരിക്കുന്ന രാജകുമാരനാണ്. അത് മദീനയിലുണ്ട്, മുഹമ്മദ് മുസ്തഫ. ആ ആൾക്ക് ഇന്നും സ്വാധീനമുണ്ട്. നിങ്ങൾ പ്രയാസപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത നബിയാണിത്. അങ്ങനത്തെ നബി ഉണ്ടെങ്കിൽ എന്തിനു പഠിക്കണം? അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ പ്രയാസപ്പെടുന്ന ആ നബിക്ക് സഹിക്കാൻ കഴിയൂല. പിന്നെന്താണ്? കുട്ടിനെ വേറൊരാൾ തല്ലുന്നത് ഉമ്മക്ക് സഹിക്കാൻ കഴിയൂല. പക്ഷെ അവൻ പാഠം എഴുതിയിട്ടില്ലെങ്കിൽ മാഷ് തല്ലും. അത് ഉമ്മ സഹിക്കേണ്ടി വരും. നിങ്ങളിന്റെ കൂടല്ല. ഏതുവരെ തല്ലും? പാഠം എഴുതുന്നത് പതിവാക്കുന്നവരെ തല്ലും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായിട്ടില്ല. കുട്ടിയെ തല്ലുന്നത് സഹിക്കാൻ ആർക്ക് കഴിയൂല? മകയില. പക്ഷേ പാഠം എഴുതാത്ത കുട്ടിയെ അധ്യാപകൻ തല്ലുന്നതിന് ഉമ്മാക്ക് നിർവാഹമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ പ്രയാസപ്പെടുന്ന ആർക്ക് സഹിക്കൂല? പക്ഷെ നിങ്ങൾ നിയമത്തിന് പുറകോട്ട് പോയാൽ ഖുർആന്റെ ചില ഭാഗം എടുക്കുക, ചില ഭാഗങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ദുനിയാവിൽ തന്നെ നിങ്ങൾ നശിക്കും, നിങ്ങൾ തകരും, നിങ്ങൾ നിന്ദിരാവും. അല്ലാഹു കാക്കട്ടെ. മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ടൊക്കെ എടുക്കുക, നിങ്ങൾക്ക് വേണ്ടൊക്കെ എടുക്കുക, മറ്റൊക്കെ ഒഴിവാക്കുക. നിങ്ങളെ പറ്റി വേറെ ഒരാളാണെങ്കിൽ എനിക്ക് ചെറിയ എന്നെ പറ്റി പറ്റണതാണെങ്കിൽ ഇഷ്ടമില്ല. അത് പറ്റൂല. എനിക്ക് ഈ ആഴ്ച എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഈ ആഴ്ച എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു മഷ്ഹദ്, അല്ലാഹു സാക്ഷിയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ബാക്കി നാളെ പറയും. അല്ലാഹു സാക്ഷിയാണ്, ഞാൻ സത്യം പറയാണ്. ഈ ആഴ്ച എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നാലിൻ്റെ മൂല്യർ ഭയങ്കര ഉഷാറായിരുന്നു, ആ നാട്ടിൽ ഭയങ്കര ഉഷാറായി പോകുമായിരുന്നു. അതിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട കമ്മിറ്റിക്കാരെടുത്ത് ചില തെറ്റുകൾ സംഭവിച്ചു. ഇതിന് സമാനമായ തെറ്റുകളൊക്കെ നാട്ടിലുണ്ടായപ്പോൾ മൂല്യർ കാര്യമായി പറയുകയും തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അന്ന് എല്ലാവർക്കും വലിയ ഉഷാറായിരുന്നു. അതേ തെറ്റ് കമ്മിറ്റിയിൽപ്പെട്ട പ്രധാനികളിൽ സംഭവിച്ചു. അപ്പോൾ മൂല്യർ പിറ്റത്തെ വെള്ളിയാഴ്ച കണക്കായി പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച വേറെ ഒരാളാണ് മൂല്യർ മൂപ്പര് പിരിച്ചുവിട്ടു വന്നു. നിങ്ങൾ എൻ്റെ കൂടെ അല്ല. പറഞ്ഞു മനസ്സിലായോ? അല്ലാഹു മഷ്ഹദ്, അല്ലാഹു സാക്ഷ്യപ്പെടുത്തി പറയാണ് ഞാൻ. മനസ്സിലായോ?
തെറ്റുള്ളവരൊക്കെ നാട്ടിൽ പലരും ഉണ്ടാകാം. പക്ഷെ ആലിമീങ്ങൾ സത്യസന്ധർ ഇന്നുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഇവിടെ ദീൻ നടക്കൂലല്ലോ. അവർ നമുക്കെതിര് പറഞ്ഞാലും അനുകൂലം പറഞ്ഞാലും ദീനാണോ പറഞ്ഞ് നമ്മൾ സ്വീകരിക്കണ്ടേ? നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? അവരെ പിന്നെ നമ്മൾ ട്രാൻസ്ഫർ ആക്കി പറഞ്ഞേക്കലല്ലോ വേണ്ടത്. ചിന്തിക്ക്, ഈ അവസ്ഥയ്ക്ക് നമ്മൾ മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ മറ്റൊരു അധികാരിയാവും, പ്രശ്നം പരിഹരിക്കും. പക്ഷെ എന്ത് വേണം? ശുദ്ധീകരിക്കപ്പെട്ട വെള്ളിയെ പോലെ ആയിത്തീരും നമ്മൾ. ആകണം. പ്രശ്നം ഒരു പേടിയും വേണ്ട, ഒരു പേടിയും വേണ്ട. അള്ളാഹു സംരക്ഷിക്കും. യാതൊരു പേടിയും വേണ്ട, അള്ളാഹു സംരക്ഷിക്കും. ഇസ്ലാം വളരും, യാതൊരു സംശയവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. കിഴക്കും പടിഞ്ഞാറും ഇസ്ലാമിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കായ ആളുകൾക്ക് ഒരേ സമയത്ത് നിസ്കരിക്കാൻ പറ്റിയ പള്ളി നാസിക് ജർമ്മനിയിലാണുള്ളത്. നിങ്ങൾക്കറിയോ? 10,000-കണക്കായ ആളുകൾക്ക് ഒരേ സമയത്ത് നിസ്കരിക്കാൻ പറ്റിയ പള്ളി ഫ്രാങ്ക്ഫർട്ടില്, ജുമുഅ, നാസിക്, ഹിറ്റ്ലർ ജർമ്മനിയിൽ. നിങ്ങൾ എന്താ അത്ഭുതപ്പെടുന്നത്? ചിന്തിക്ക്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഈറ്റില്ലവും പൂറ്റില്ലവും തലസ്ഥാനവുമായ ലണ്ടൻ പട്ടണത്തിലാണ് ആയിരക്കണക്കായ ആളുകൾക്ക് ജുമുഅ നിസ്കരിക്കാൻ പറ്റിയ വിശാലമായ പള്ളിയുള്ളത്. നിറഞ്ഞ പരിപാടി, നിറഞ്ഞ ജുമുഅ. ചിന്തിക്ക്, നടക്കണില്ലേ? ഒഴുകല്ലേ, ഇസ്ലാമിയത്തിലേക്ക് ഒഴുകല്ലേ. പള്ളിയൊക്കെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ അൽബുക്കർക്ക്. വാസ്കോ ഡി ഗാമയുടെ സൈന്യാധിപനായിരുന്നു അൽബുക്കർക്ക്. അയാളാണ് മിസ്കാല് പള്ളിക്ക് വെടിവെച്ചിട്ടുള്ളത്. അയാളാണ് പൊന്നാനി പള്ളി കത്തിച്ചത്. അതേ അൽബുക്കർക്കിന്റെ നാട്ടിൽ പോർച്ചുഗലിൽ എത്ര പള്ളി? നമ്മുടെ മലപ്പുറത്തും കോഴിക്കോടും പോർച്ചുഗലിൽ കച്ചവടം ചെയ്യുന്നവരുണ്ട്. ജുമുഅ ജമാഅത്ത് ഒക്കെ കൃത്യം മാറി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. യൂറോപ്പ് മുഴുവൻ മാറി, ഒഴുകാണ്, ഇസ്ലാമിലേക്ക് ഒഴുകാണ്. അതാരും പേടിച്ചിട്ട് കാര്യമല്ല. ഇസ്ലാം നാളത്തെ മതമാണ്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട് ഇത് ബുദ്ധിയുടെ മതമാണ്. ഏകനാരിഷ്ടം നിങ്ങളൊരു വിചാരിച്ച കാര്യം ഒന്നും സംഭവിക്കൂല. എല്ലാവരും അതൊരു ആവശ്യം തന്നെയല്ലേ. അതും ചിലപ്പോൾ പ്രശ്നങ്ങൾ ആവശ്യമായിരിക്കും. മുഹമ്മദ് എന്നൊരു ഭ്രാന്തനുണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് ആരും ആ ഭ്രാന്തം പറഞ്ഞത് കേൾക്കരുതെന്ന് അക്കാലത്ത് ഖുറൈശികളുടെ കാലത്ത് ഹജ്ജിന് വന്ന ഷിർക്കിന്റെ ഹജ്ജിന് വന്ന എല്ലാ ആളുകളുടെ ടെന്റിലും പോയി ഖുറൈശികൾ പറയും, ഇവിടെ ഒരു ഭ്രാന്തനുണ്ട്, ആ ഭ്രാന്തനെ ആരും കേൾക്കരുത് കേട്ടോ. മനുഷ്യന്മാർക്ക് ഭ്രാന്തണ്ട് എന്ന് പറഞ്ഞ തമാശല്ലേ. എന്നപ്പോൾ എന്താ ഭ്രാന്തനെന്ന് കാണാലോ. അപ്പോൾ ഈ സത്യത്തിൽ റസൂലുള്ളാഹിക്ക് നോട്ടീസ് അടിക്കേണ്ടി വന്നില്ല. റസൂലുള്ളാഹിന്റെ അടുത്ത് ജനങ്ങളൊക്കെ എത്തിച്ചാരാ? ഖുറൈശികൾ ഭ്രാന്തനെ കാണാൻ വന്ന് നോക്കുമ്പോൾ ഇവർക്ക് പഠിച്ചതം പുരാനെ അപ്പോരൊക്കെ കലിമേല് ഖുറൈശികളോട് കുടുങ്ങി. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? കൊല്ലല്ല നിർവാഹല്ലാന്നായി. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? റസൂലുള്ളാഹിന്റെ അടുത്ത് ആള് വരുന്നേ. അക്കൂട്ടത്തിൽ യഥരിബിൽ നിന്ന് ഹജ്ജിന് വന്ന ആളുകളോടും ഖുറൈശികൾ പോയി പറഞ്ഞു. യഥരിബിൽ നിന്ന് ഹജ്ജിന് വന്ന ആളുകൾ റസൂലുള്ളാഹിനെ വന്ന് കണ്ടു. നോക്കുമ്പോൾ പറഞ്ഞു, ഇതിനേക്കാൾ വലിയ ബുദ്ധിമാനും തത്വജ്ഞാനിയും ലോകത്തേതാ, ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കണം. അടുത്ത വലിയ വരുന്നു. അടുത്ത കൊല്ലം പിന്നെയും വന്നു. അപ്പോൾ ബൈഅത്തായി, കരാറായി. ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി ഹിജ്റ പോണത്. അതിന് കാരണക്കാരാരാ? ഖുറൈശികൾ. അതൊരു ഭ്രാന്തനാണ്, ആരും കാണരുത്. അപ്പൊ എല്ലാവരും കണ്ടു. കണ്ടപ്പോ മനസ്സിലായി പറഞ്ഞവനാണ് ഭ്രാന്തൻ. അതൊക്കെ പറഞ്ഞ മനസ്സിലായി. എന്ത് വിചാരാണ്? ഖുർആൻ ആരും ഓതരുതേ വായിക്കരുതേ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നോക്കൂലോ. എന്നാ അങ്ങനെ ഉണ്ടെങ്കിൽ കാണണല്ലോ. ജനങ്ങളൊക്കെ നോക്കൂലേ? സംശയിക്കണ്ട. പോർച്ചുഗലിലൊക്കെ ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ എൻ്റെ അത്ഭുതമാണ്. എന്ത് ലോകം മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി വന്നവരല്ലേ പോർച്ചുഗീസുകാർ. എന്തായിരുന്നു വാസ്കോ ഡി ഗാമയൊക്കെ ഇവിടെ ചെയ്തത്? അൽബുക്കർക്കൊക്കെ എന്താ ചെയ്തത്? മിസ്കാൽ പള്ളിക്ക് വെടിവെച്ചില്ലേ? പൊന്നാനി പള്ളി കത്തിച്ചില്ലേ? ആ പോർച്ചുഗലിന് ഇന്നത്തെ അവസ്ഥ എന്താ നിങ്ങൾ വിചാരിച്ച്? ഇസ്ലാമൊക്കെ ജനങ്ങൾ സ്വീകരിക്കല്ലേ? ഇവിടെ കോഴിക്കോട് ജില്ലയിൽ കാപ്പാട് അടുത്തുണ്ട് ഒരാൾ. അപ്പോൾ അയാൾ എന്നോട് പറയും, റമദാൻ മാസത്തിലൊക്കെ അവർക്ക് ഫ്രീ ആയി ഭക്ഷണം തേടി കൊടുക്കുക. പല നോമ്പ് വിൽക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടം. അവർക്ക് മനസ്സിലായില്ല. നോമ്പ് വിൽക്കുന്നവരെ സഹായിക്കുക, അവരെ ഒക്കെ ഭയങ്കര ഇഷ്ടം. പോർച്ചുഗീസുകാർക്ക് പ്രത്യേകിച്ച് അവർ വിശ്വാസികളാണെന്ന് കണ്ട ഭയങ്കര ഇഷ്ടം. നിങ്ങൾ ചിന്തിക്കണം, ലോകം മാറുകയാണ്. ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തആല പരിഹരിച്ചു തരും. തവക്കുലിന്റെ വിഷയം തീർന്നിട്ടില്ല, നാളെ ബാക്കി പറയും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു പേടിയും വേണ്ട, അള്ളാഹുവിലേക്ക് അപേക്ഷിക്കുക.
ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. എന്റെ അടിമകൾ, എന്റെ ഇത്തലാസന്മാർ, അവരെ എന്നെ ഏൽപ്പിക്കുന്നവരാണ്. അവരെ തൊടാൻ പിന്നെ ഒരാൾക്കും കഴിയുകയില്ല. ഒരാൾക്കും കഴിയില്ല. ദജ്ജാൽ വന്ന മുമ്പിനെ തൊടൂല, പിന്നെ തൊടും വേറെ ആര്? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഏറ്റവും വലിയ ഭീകരനാണ് ആര്? ദജ്ജാൽ. അങ്ങനല്ലേ നമ്മുടെ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളോട് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, നാലാൾക്ക് പോയി പറഞ്ഞാലെങ്കിലും അവർക്ക് മനസ്സിലാവും. ആരും പറഞ്ഞാൽ മനസ്സിലാക്കാത്തവനാണല്ലേ ആര്? ഇവിടെ ദജ്ജാൽ ഭൂമിനെ തോണ്ടൂല, ഇതാ സൂറത്തുൽ കഹ്ഫ് യഫിറു ദജ്ജാൽ, പാഞ്ഞിട്ട് താട്ടിയെടുക്കും. ദജ്ജാലിനെ പേടിക്കാത്ത സമുദായം എന്തിനാ വേറെ പേടിക്കണം? ഏതാ ദജ്ജാൽ? മാ മിൻ നബിയ്യിൻ ഇല്ലാ ഹുവ അൻദറ ഖൗമഹു അനിൽ അഅ്വലിൽ കദ്ദാബ്. ഈ ഒറ്റക്കണ്ണനായ കള്ളനെ പറ്റി പേടിപ്പിച്ചു പറയാത്ത ഒരു നബിയും ലോകത്ത് ഉണ്ടായിട്ടില്ല. അത്ര വലിയ കള്ളനാണ് ആര്? ആ ദജ്ജാൽ. മുഅ്മിനീങ്ങൾ തൊട്ടൂല, 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 തൊട്ടൂല. എന്തിനാ പേടിക്കണ്? എന്തിനാ പേടിക്കണ്? പക്ഷെ നമ്മൾ ആരാകണം? മോമ അവിടെ അതിന് കുറച്ച് പണിയുണ്ടാവും, ലേശം പണിയുണ്ടാവും. അങ്ങനെയാണ്, അതിൽ ലേശം പണിയുണ്ടാവും. ദജ്ജാലിനെ പണിക്കണ്ട, മുമ്മിനങ്ങ് പണിയുണ്ടാവും, അത് ലേശം പണിയുണ്ടാവും. അങ്ങനെയാണ്, അങ്ങനെയാണ്, അങ്ങനെയാണ്. കുസ്തി മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ചോറുണ്ടാക്കിയിരുന്നു. അപ്പം ഏത് ചോറുണ്ടാലും ഇരുന്നത്തിൽ തന്നെ ഒരു കോമുക്കാക്കണ്ടായിരുന്നു. മൂപ്പർ ഇങ്ങനെ നാട് വിട്ട് പോയപ്പോൾ ഇങ്ങനെ എന്തോ ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ചോറിനെ വിളിച്ചപ്പോൾ മൂപ്പർ ചോറ് പോയി ചെന്ന് ചോറിന് എന്നോടുമ്പോൾ തന്നെ മൂപ്പരെ പേര് വെച്ച് കോമോടാണ്. ചോറും പേരുന്ന് ചോറ് തിന്ന് കഴിഞ്ഞിട്ട് പിന്നെയാണ് വിളിക്കുന്നത് എന്ത്? ആദ്യത്തെ കുസ്തി ഒരു പായൽമാന്റെ പേരും വിളിച്ച് കോമു. അപ്പോഴാണ് കോമുവിന് ബേജാറായത്. മനസ്സിലായില്ല. കോമുക്കാലം ആരും തച്ചിട്ടില്ല. കോമുവിന് സ്റ്റെൻഡോട്ട്. പക്ഷെ ഈ ചോറ് തിന്ന സ്ഥലിക്കിഞ്ഞ് തല്ലൂടൽ വാജിബ. കാരണം ഇത് കുസ്തിന്റെ ചോറാ. അങ്ങനെ ഉണ്ടാവും. ആ ദജ്ജാലിനെ പേടിക്കണ്ട. പക്ഷെ നമ്മൾ ആരാകണം? മൂമിനാകേണ്ടി വരും. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ മൂമിനായ ഈ കളിയൊക്കെ നിർത്തും. അള്ളാഹു നമ്മളെ മൂമിനാക്കി തരട്ടെ.